ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الأعزاء أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിച്ച് തഖ്വയോട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇസ്ലാമിലെ അതിപ്രാധാന്യം അറിയിക്കുന്ന രണ്ട് സുദിനങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ ആഘോഷം. ഇസ്ലാമിക ശരീഅത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഈ രണ്ട് ആഘോഷങ്ങളാണ്, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്ർ. ഈ രണ്ട് ആഘോഷങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടവയല്ല, ആമോദങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടവയല്ല. ഈ രണ്ട് ആഘോഷങ്ങൾക്കും വളരെ മൗലിക പ്രാധാന്യം അറിയിക്കുന്ന വളരെ വലിയ ചില അടിസ്ഥാനങ്ങളും തത്വങ്ങളും. നമ്മൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗസുരഭരമായ ജീവിതത്തിന്റെയും ഇസ്മായിൽ പ്രവാചകൻ അലൈഹി സ്വലാമിന്റെ അനുബന്ധമായ ജീവിത ത്യാഗ പങ്കാളിത്തത്തിന്റെയും അവിസ്മരണീയവും ഉദ്വേഗജനകവും സംഭ്രമഭരിതവുമായ ത്യാഗോചന ജീവിതത്തിന്റെ പ്രതിവർഷം ആവർത്തിച്ചു വരുന്ന ഒരു ആഘോഷം കൂടിയാണ് ഈ ബലിപെരുന്നാൾ. നിങ്ങളോട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹുവിനെ വഴിപ്പെടുന്നതിൽ ഏറ്റവും അധികം ത്യാഗം നിർവഹിച്ച ഒരു മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിറന്ന നാടിനോടും പിച്ചപിച്ചു വന്ന മണ്ണിനോടും പടകൃതി കൊണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടും തൗഹീദിന്റെ മാർഗത്തിൽ ആദർശത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി ആവോളം ത്യാഗം സഹിച്ച ഒരു മഹാപ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവ ജനവിഭാഗങ്ങളും മുഴുവൻ ജൂത ജനവിഭാഗങ്ങളും മുസ്ലിങ്ങളും ഒന്നുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രവാചക പൈതൃകത്തെയും വിശ്വാസരംഗത്ത് അദ്ദേഹം അനുഷ്ഠിച്ച മഹാത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ലോകത്തറിയപ്പെടുന്ന സെമിറ്റിക് മതവിഭാഗങ്ങളുടെ എല്ലാം ആദരണീയനായ അധ്യക്ഷനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പുത്രനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽ നിന്ന് അറിയപ്പെടുന്നവരാണ് ലോകത്തെ മുഴുവൻ ക്രൈസ്തവരും ജൂതന്മാരും. പ്രവാചകന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ പ്രവാചകന്റെ പാരമ്പര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ആ അർത്ഥത്തിൽ ആയിരക്കണക്കായ പ്രവാചകന്മാരും അത്ര കണ്ട് രാജാക്കന്മാരും അതിലേറെ പ്രമുഖന്മാരും റബ്ബികളും പരീക്ഷമാരും അടങ്ങുന്ന മധ്യപൗരസ്ത്യ ദേശത്തെ ഏറ്റവും പ്രവിശാലമായ ഒരു ഭൂപ്രദേശം മൊത്തത്തിൽ ഇബ്രാഹിം ആദർശത്തിന് കീഴടങ്ങിയിട്ടുള്ളൂ. മധ്യേഷ്യൻ റിപ്പബ്ലിക് മുതൽ ആഫ്രിക്ക മൊത്തമായി മധ്യപൗരസ്ത്യ ദേശം ഒന്നടങ്കം ഏതാണ്ട് ഏഷ്യയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന ആൽപ്സ് പർവ്വതങ്ങൾക്കപ്പുറം യൂറോപ്പ് മൊത്തമായും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ 4 ഭൂഖണ്ഡങ്ങളിൽ ഇത്രമാത്രം ആധിപത്യം ചെലുത്തിയ ഒരു മതം വേറെയില്ല.
ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മതം ഏറ്റവ്യത്യാസങ്ങളോടുകൂടി ഷിർക്കുകൾ കൂട്ടിക്കലർത്തി വേദഗ്രന്ഥങ്ങൾ കയ്യിൽ ഒരുപാട് തിരുവരകൾ നടത്തിയിട്ടാണെങ്കിൽ പോലും ഏഷ്യയും യൂറോപ്പും അമേരിക്കയും ആഫ്രിക്കയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിന്തലമുറയുടെ പ്രദേശങ്ങളാണ്. നമുക്കറിയാം, പിന്നീട് അഭിഷേകിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായിരുന്ന ഹാമിന്റെയും യാഫത്തിന്റെയും തലമുറകളാണ് അങ്ങ് കിഴക്കോട്ട് റഷ്യയും ചൈനയും ജപ്പാനും തായ്വാനും കൊറിയയും ഒക്കെ അടങ്ങുന്ന ഫിലിപ്പീൻ വരെയുള്ള പ്രദേശങ്ങളിലും. യാഫത്തിന്റെ മക്കളാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ആസ്ട്രേലിയ, ഫിജി, സിംഗപ്പൂർ, മലേഷ്യ പോലെയുള്ള ഇന്തോനേഷ്യ പോലെയുള്ള ദ്വീപസമൂഹങ്ങളിൽ രാഷ്ട്രങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നത്. ഈ പ്രവാചക പാരമ്പര്യങ്ങളിലൂടെ വിവിധ താവളികളിലൂടെ ലോകം നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ ജനാവലികളും മതവിശ്വാസികളാണ്, ഏതെങ്കിലും അർത്ഥത്തിലുള്ള മതവിശ്വാസികൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഭൂരിപക്ഷ ജനങ്ങളും അങ്ങേയറ്റം വിശ്വാസം ഉൾക്കൊണ്ടിരുന്ന ലോകമതത്തിന്റെ പരാജയത്തിൽ ദുഃഖം പൂണ്ടുകൊണ്ടാണ് ഭൗതിക പ്രത്യശാസ്ത്രങ്ങൾ ലോകത്തുടരുന്നത്. സോഷ്യലിസവും കമ്മ്യൂണിസവും പോലെയുള്ള എസ്കേപ്പിസവും എക്സ്പീരിയൻസും ഒക്കെ പോലെയുള്ള ഒരുപാട് പ്രത്യശാസ്ത്രങ്ങളും ദർശനങ്ങളും ലോകത്തുടരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. മതങ്ങൾക്ക് മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് യൂറോപ്പിലെ മതവിശ്വാസികൾക്ക് ബോധ്യം വന്നപ്പോൾ അവർ മതത്തെ കൈവെടിഞ്ഞ് മതവിരുദ്ധ പ്രസ്ഥാനത്തിന് കൊടുത്തു. അതാണ് സംഭവിച്ചത്. നമുക്കറിയാം, ചൈനയും ബർമയും അതുപോലെ ജപ്പാനും തായ്വാനും കൊറിയകളും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ ശ്രീലങ്ക അടക്കം ഉള്ളത് ബുദ്ധ മതവിഭാഗങ്ങളുടെ കയ്യിലാണ്. ഈ ബുദ്ധനെ കുറിച്ച് ഖുർആൻ പറയുന്നത് കഫീൽ അലൈഹിസ്സലാം, കപിലവസ്തുക്കാരനായ പ്രവാചകൻ എന്ന അദ്ദേഹത്തെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ മുഴുവൻ മതങ്ങളും അടിസ്ഥാനപരമായി പ്രവാചക പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നവയാണ്. ലോകത്തിലുള്ള എല്ലാ മതങ്ങൾക്കും വേദഗ്രന്ഥങ്ങളോ വേദവും സന്ദേശങ്ങളോ ലഭിച്ചിട്ടുണ്ട്. ഉമ്മത്തിനില്ല ഹനാഫിഹാനദിർ, പ്രവാചകന്മാർ വന്നു പോകാത്ത ലോകത്ത് ഒരു ഭൂപ്രദേശവും ഇല്ല എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കണം, ആ ജനങ്ങളൊക്കെ ക്രമേണ തൗഹീദിൽ നിന്ന് കുഫറിലേക്കും ശിർക്കിലേക്കും വഴിമാറി. പ്രവാചകന്മാരുടെ സുന്നത്ത് പിൻപറ്റുന്നതിൽ നിന്ന് പുരോഹിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ചെവി കൊടുക്കുകയുണ്ടായി. ഖുർആനിന്റെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വേദഗ്രന്ഥങ്ങളുടെയും താത്വികാടിത്തരവിൽ നിന്ന് അവർ മാമൂലുകൾക്കും ചടങ്ങുകൾക്കും പാരമ്പര്യങ്ങൾക്കും ഒക്കെ കീഴടങ്ങി. അങ്ങനെ മതമല്ലാതാവുകയും മതത്തിന്റെ മേലധ്യക്ഷന്മാർ മതവിരുദ്ധരായി മാറുകയും ചെയ്യുന്ന മതവിരുദ്ധ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു മതബോധം ലോകത്തങ്ങൾ ഉടലെടുത്തു. അതിന്റെ പരിണിതഫലമാണ് ഇന്നത്തെ ലോകം ഇങ്ങനെയൊക്കെയായി മാറിയത്. ലോകത്തെ അറ്റമില്ലാത്ത യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പലായനങ്ങൾക്കും കണ്ണീരിനും ദുഃഖത്തിനും അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും മാരകമായ ആക്രമണങ്ങൾക്കും ആയുധ വിതരണങ്ങൾക്കും ആയുധ കമ്പോളങ്ങൾക്കും ആയുധ വ്യവസായത്തിന് സാമ്പത്തികമായ സമ്മിശ്രമായ ലോകവ്യാപകമായ സംഘർഷങ്ങൾക്കൊക്കെ ഇടവരുത്തിയത് മതം മൗലികമായി അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയതാണ്. ലോകത്തിലെ മുഴുവൻ ക്രൈസ്തവരും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമിന്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം ജൂതന്മാർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ലോകത്ത് ഒരു സൂചിമുറ പോലെ കൊണ്ട് മറ്റൊരാളുടെ ദേഹത്തിന് മുറിവിൽ പോവായിരുന്നില്ല. ലോകത്തെവിടെയും യുദ്ധങ്ങളുണ്ടാകുമായിരുന്നില്ല. ഭൂഖണ്ഡാന്തര മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ട് മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുമായിരുന്നില്ല. കടലിലും കരയിലും ആകാശത്തിലും ലോകവ്യാപകമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യ കലകളുടെ ദുർപ്രവൃത്തി നിമിത്തമാണ് എന്ന് ഖുർആൻ പറയുന്നത്. മനുഷ്യൻ മതത്തിൽ അടിയൊളിച്ച് നിന്നിരുന്നുവെങ്കിൽ ലോകത്ത് ഒരിക്കൽ കണ്ണീര് പോലും വിറ്റുകിടുമായിരുന്നില്ല. ഒരാളിൽ പട്ടിണി കിടക്കുമായിരുന്നില്ല. ഒരാളിൽ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും ഭയമായിരുന്നില്ല. സംഘർഷങ്ങളിൽ യുദ്ധങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. അസ്വസ്ഥതകളും അസമാധാനവും ഉണ്ടാകുമായിരുന്നില്ല. ലോകം മുഴുവൻ ഇസ്ലാമിലും സലാമത്തിലുമാകുമായിരുന്നു. സമാധാനത്തിലും ശാന്തിയിലുമാകുമായിരുന്നു. അങ്ങനെയുള്ള ഇസ്ലാമിനെ തകടം മറിച്ചവരാണ് ലോകത്തിലെ മതവിശ്വാസികളും മതപുരോഹിതങ്ങളും. അതിന് മറുപടിയായിക്കൊണ്ടാണ് ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നത്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അവതരിച്ച സൂക്തം ഇഖ്റ സൂറത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് സൂറത്തുൽ ഇൽമ എന്ന ആയത്തുൽ ഇൽമ. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ലോകത്തെ പുതുക്കി പണിയുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു. പഴയ ലോകത്തെ മുഴുവൻ ഉടച്ചു വാങ്ങുവാൻ, പഴയ എല്ലാ വിശ്വാസങ്ങളെയും ലോകത്തെ പരാജയപ്പെടുത്തുവാൻ എന്ന് ഖുർആൻ പറയും. ലോകത്തുള്ള എല്ലാ മനുഷ്യ നിർമ്മിത പൈശാചിക മതങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഉത്കൃഷ്ടവും ഉദാത്തവുമായ ദൈവിക പദ്ധതിയുടെ ആ നിർമ്മാണത്തിന് സംസ്ഥാപനത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുവാൻ അല്ലാഹു പറഞ്ഞു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അതേ പുതപ്പ് മൂടി കിടക്കുന്ന പ്രവാചകനെ ഖും ഫഅൻദിർ, താങ്കൾ എഴുന്നേൽക്ക് എന്നിട്ട് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ പ്രവാചകനോട് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രവാചകൻ തന്നെ കിടക്കുന്നത് മരിച്ചു കിടക്കുകയാണ്. 23 വർഷക്കാലവും പ്രവാചകന് വിശ്രമം ഉണ്ടായിരുന്നില്ല. ഖും ഫഅൻദിർ, നീ എഴുന്നേറ്റ് നിൽക്ക്, ലോകത്ത് ഉച്ചസ്വരം ഉൾക്കൊള്ളിച്ച തൗഹീദിന്റെ മഹത്വം, ആഖിറത്തിന്റെ എല്ലാ നന്മകളെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ജനങ്ങളെ പഠിപ്പിക്കും. അവർ ജീവിക്കുന്ന ലോകത്ത് കേവലം ആരാധന കാര്യങ്ങൾ മാത്രമല്ല, അവരുടെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ ഇസ്ലാമിന്റെ ആധിപത്യം ലോകത്ത് സ്ഥാപിച്ചുകൊണ്ട് ഹയ്യാൽ സലാ ഹയ്യാൽ ഫലാ എന്ന് പറയുന്ന നിസ്കാരത്തിന് ശേഷം ആ സമൂഹത്തെ ഹയ്യാൽ ജിഹാദ്, ലോകം മുഴുവൻ അല്ലാഹുവിന്റെ ആദർശത്തിനും വിശ്വാസത്തിനും കീഴടങ്ങുവോളം, ലോകം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് കീഴടങ്ങുവോളം, കലിമത്തുല്ലാഹി അൽഉല്യ, അല്ലാഹുവിന്റെ വചനം ലോകത്തെ വിജയം വരിക്കുവോളം സകല ജാഹിലിയത്തിനും കുഫറിനും ശത്രുവിനെതിരെ, സകല ഭൗതിക പശ്ചാത്തലങ്ങൾക്കും ദർശനങ്ങൾക്കുമെതിരെ, സകല ഭൗതിക ചിന്താഗതികൾക്കുമെതിരെ അതിന്റെ പൊള്ളത്തരങ്ങളും പോയത്തരങ്ങളും ലോകത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഖുർആനിന്റെ വിജയത്തിന് വേണ്ടി പോരാടുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഖും, നീ എഴുന്നേറ്റ് നിൽക്കൂ. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകൻ, എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ 23 വർഷവും സുഖമായി കിടന്നുറങ്ങിയിട്ടില്ല, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, സുഖകരമായ ജീവിതം ഉണ്ടായിട്ടില്ല. ത്യാഗത്തിന്റെ 13 വർഷക്കാലം മക്കത്ത് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്നിട്ടും പുറകെ ശത്രുക്കൾ ആക്രമണവുമായി കടന്നു വന്നതിന്റെ ഫലമായിട്ടായിരുന്നു ബദർ, ഉഹദും, ഖന്തഖും, ഹുനൈനും, തബൂക്കും, തായിഫും എല്ലാ യുദ്ധവും സംഘർഷങ്ങളും സംഘടനകളും നിറഞ്ഞ, സമാധാനം ലഭിക്കാത്ത, ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് നിരന്തരം മുന്നോട്ട് പോരാട്ടവും ജിഹാദുമായി കടന്നുപോയ ലോകത്തിലെ ധീരനായ മഹാമുജാഹിദായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അവസാനം നാം ചരിത്രത്തിൽ കാണുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് ഖുർആൻ പറയുന്ന പ്രവാചകൻ അവസാനമായി നിൽക്കുന്നത് അറഫയിലാണ്. അറഫയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1,60,000 വരുന്ന സഹാബത്തിനോട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്ന് സമ്പദ്ബഹുലമായ ഒരു മഹാപ്രസ്ഥാനമായി ഇസ്ലാം ലോകത്തിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ 6 ലക്ഷത്തോളം അനുയായികളുടെ ഒരു സമൂഹത്തിന്റെ നേതാവായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ഈദുൽ അദ്ഹയുടെ മറ്റൊരു മഹത്വം എന്ന് പറയുന്നത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ, ദീനിനെ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ ഇനി പൂർത്തീകരിച്ച ദീനിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ലോകാവസാനം വരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന ദീനിൽ നിന്ന് യാതൊന്നും വിട്ടുകളയാനും പാടില്ല. യാതൊരുമായ ഉത്സാഹം ചെയ്യാത്തതുമില്ലാതെ, ഒന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും വിട്ടുകളയാതെ, ഉള്ളതുപോലെ യഥാർത്ഥമായി വസ്തുനിഷ്ഠമായി ലോകാവസാനം വരെ തലമുറകൾ കൈമാറിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ പ്രവാചകന്റെ ദീനിൽ യാതൊരു ബിദ്അത്തും കൂട്ടിച്ചേർക്കാനാവില്ല. പ്രവാചകന്റെ ദീനിൽ നിന്ന് യാതൊന്നും വിട്ടുകളയാനും പാടില്ല. അങ്ങനെ സത്യസമ്പൂർണമായി ദീനുൽ ഇസ്ലാമിനെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഈ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ജനസമൂഹങ്ങൾ വഴിപിടിച്ചു പോകുമ്പോൾ, ആ വേദഗ്രന്ഥങ്ങളിൽ വിസ്മരിക്കപ്പെട്ടു പോകുമ്പോൾ, അവർ വീണ്ടും വേദത്തിലേക്കും
ജീവിക്കുവാൻ, തൗഹീദിലേക്ക് തിരിച്ചു പിടിക്കുവാൻ അള്ളാഹു പ്രവാചകന്മാരെ അയക്കുക എന്നൊരു മഹാ നിഅമത്ത് നൂറ്റാണ്ടുകളോളം അള്ളാഹു ലോകത്തിൽ നൽകിയിരുന്നു. ആ നിഅമത്ത്, പ്രവാചകന്മാരെ അയക്കുക എന്ന നിഅമത്ത്, പ്രവാചകന്മാരെ അയച്ചു തരുക എന്ന നിഅമത്തും അള്ളാഹുവിനെ പൂർത്തിയാക്കിയിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി പ്രവാചകന്മാരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി നബിമാരില്ല, മുർസലുകളില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഓരോ മുസ്ലിമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഉത്തരവാദിത്തം, ഈ ദീനിന്റെ ദഅവത്ത്, ഈ ദീനിന്റെ പ്രഖ്യാപനം, ഈ ദീനിന്റെ പ്രവർത്തനം, ഈ ദീനിന്റെ പ്രചാരണം, ഈ ദീൻ കിട്ടിയവർ, തൗഹീദ് കിട്ടിയവർ, തൗഹീദ് കിട്ടാത്തവർക്ക്, ഇസ്ലാം ലഭിച്ചവർ, ലഭിക്കാത്തവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ നിർവഹിച്ച ഡ്യൂട്ടി വിശ്വാസികൾ ഏറ്റെടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു, ഇസ്ലാം ദീന, പ്രിയപ്പെട്ട എന്റെ അടിമകളെ, പ്രിയപ്പെട്ട എന്റെ അടിയാറുകളെ, എന്റെ ദാസന്മാരെ, എന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇസ്ലാം ദീന, ഈ മഹത്തായ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഏറ്റുവാങ്ങുവാൻ ആളുകളുണ്ടോ? സ്വീകരിക്കുവാൻ ആളുകളുണ്ടോ? അതനുസരിച്ച് ജീവിക്കുവാൻ ആളുകളുണ്ടോ എന്ന് ആ ആയത്തിന് ഒരു സന്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം, ഈ ഇസ്ലാം പൂർത്തിയായ ദിവസമാണ് ഈ ഹജ്ജുൽ വിദാഇൽ വെച്ച്, അറഫയിൽ വെച്ച് ഖുർആൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ചെറിയ പെരുന്നാൾ നാം ആഘോഷിക്കുന്നത് റമദാനിൽ അല്ലാഹു ഖുർആൻ അവതരിച്ചു തന്നതിന് ഒരു മാസക്കാലം പകൽത്രയും നോമ്പനുഷ്ഠിച്ചും രാത്രികാലങ്ങളിൽ ദീർഘദീർഘങ്ങളായ ആരാധനകളിൽ മുഴുകിയുന്ന ശുക്ർ രേഖപ്പെടുത്തിയിട്ട് ആ മാസത്തിന്റെ പര്യവസാനത്തിൽ സത്യവിശ്വാസികൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും നറുമണങ്ങൾ പൂശിയും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും പരസ്പരം മുആനും കെട്ടിപ്പിടിച്ചും സലാം പറഞ്ഞും സന്തോഷിച്ചും നിസ്കരിച്ചും പ്രാർത്ഥിച്ചും തക്ബീർ മുഴക്കിയും അങ്ങനെ സത്യവിശ്വാസികൾ ആ മാസത്തിന്റെ ആഘോഷത്തിന്റെ പൂർത്തീകരണമാകുമ്പോൾ, ഈദുൽ അദ്ഹയാകുമ്പോൾ സത്യവിശ്വാസികൾ ഈ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് നാം ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബലിപെരുന്നാളിന്റെ സന്ദേശം നിറവേറ്റി മാത്രമല്ല, ഇനി ബലിപെരുന്നാളിന്റെ മറ്റൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ത്യാഗമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്തെ മുഴുവൻ സത്യവിശ്വാസികളുടെ ദിശ കേന്ദ്രം പരിശുദ്ധമായ കഅബയാണ്. പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ വിശ്വാസികൾ നിസ്കരിക്കുന്നത്. ആ കഅബയുടെ നിർമ്മാതാക്കൾ ആരാണ്? അത്രയും യോഗ്യതയുള്ള രണ്ട് നിർമ്മാതാക്കൾ ലോക ചരിത്രത്തിൽ ഒരു കെട്ടിടവും പണിതിട്ടില്ല. അല്ലാഹുവിന് മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബിയും കൂടി പണിതുയർത്തിയ إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. മഹാനായ ഇബ്രാഹിം നബി സ്വലാമിന്റെ പ്രാർത്ഥനകൾ ചിന്തിച്ചു നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൗഹീദിന്റെ ആദർശത്തിന് വേണ്ടി സ്വന്തം പിതാവിനോടും നാട്ടുകാരോടും ഭരണകൂടത്തോടും ചക്രവർത്തിയോടും സൈന്യത്തോടും പോരാടിക്കൊണ്ട് അഗ്നികുണ്ഡങ്ങളെ മറികടന്ന് സുദീർഘങ്ങളായ യാത്ര ചെയ്ത് ലോകത്തിൽ ഏറ്റവും സുദീർഘമായ യാത്ര ചെയ്ത പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഇറാഖിലെ തൂർ പട്ടണത്തിൽ നിന്ന് മധ്യേഷ്യ റിപ്പബ്ലിക്കുകളിലൂടെ ട്രാൻസ് ജോർദാന്റെ തീരത്തിലൂടെ സിറിയയെ മറികടന്ന് ഈജിപ്തോട് കടന്നു ചെന്ന് അന്നത്തെ മാനവന്റെ ആഗ്രഹത എവിടെയെല്ലാം ഉണ്ടായിരുന്നു അവിടെയെല്ലാം കടന്നു ചെന്ന് തൗഹീദിന്റെ മഹാസന്ദേശം പ്രചരിപ്പിച്ച മഹാപ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. അവിടുന്ന് ഹാജറിനെയും കൂട്ടിക്കൊണ്ടാണ് പ്രവാചകൻ മക്കയിലേക്ക് മടങ്ങി വരുന്നത്. അദ്ദേഹം എന്തിനാണ് മക്കയിലേക്ക് മടങ്ങി വന്നത്? റബ്ബനാ ഇന്നി അസ്ഖത്തു മിൻ ദുർരിയ്യതി ബിബാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസ് തഅവി ഇലൈഹിം വർസുഖ്ഹും മിനൽ ഥമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹുവേ, നിന്റെ ദേവാലയത്തിന്റെ സമീപത്ത് എന്റെ കുടുംബത്തെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ കുടിയിരുത്തുകയാണ്. അവർ നിന്നെ മാത്രം വിളിച്ചാരാധിക്കാൻ വേണ്ടി, നിന്നോട് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, നിനക്ക് മാത്രം ദുആ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അല്ലാഹുവേ, നാനാവിധമായ ഫലമൂലാദികളെയും ഭക്ഷണ പദാർത്ഥങ്ങളാലും അവർ നീ അനുഗ്രഹിക്കണേ. മനുഷ്യ മനസ്സുകളിൽ അദ്ദേഹത്തോട് അവരോട് ചായവും അനുകമ്പയും ഉണ്ടാക്കി തീർക്കണേ. അവർ നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്നവരായേക്കാം. ഇബ്രാഹിം അലൈഹി സ്വലാം മകനെയും ഭാര്യയെയും കുറിച്ച് പരാമർശിക്കുന്നു.
ഖുർആൻ പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബനാ വജിബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. റബ്ബി തമ്പുരാനെ, തീർച്ചയായും ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, നീ അല്ലാത്ത ദുർമൂർത്തികളെ, നീ അല്ലാത്ത വിഗ്രഹങ്ങളെ, പ്രതിമകളെ, കബറുകളെ, ജാലങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്നും എന്റെയും എന്റെ പുത്രനെയും പുത്രപൗത്രാദി കളത്രാദികളെയും നീ രക്ഷിക്കണേ തമ്പുരാനെ. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്, ദൈവേതര മൂർത്തികളും ദുഷ്ടഗതികളും താകൂത്തുകളും ജനങ്ങളെ വ്യാപകമായി വഴിപിഴപ്പിച്ചു പോയി തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ തൗഹീദിന്റെ മാർഗത്തിൽ ആരാണ് എന്നെ പിന്തുടരുക, അവനാണ് എന്റെ കൂട്ടത്തിലുള്ള മുസ്ലിം. ആരാണോ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ ചെയ്ത് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും ദൈവേതര ദുർമൂർത്തികളെയും പ്രാർത്ഥിച്ച് ആരാധിച്ച് ഇസ്തിഗാസ ചെയ്ത് ദുആ ചെയ്ത് അവയ്ക്ക് വേണ്ടി നേർച്ച പരിപാടികൾ അർപ്പിക്കുന്നത്, അല്ലാഹുവേ അവരുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണ്, അവർ എന്റെ ആളുകളെ അല്ല. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം, ഈ വിശുദ്ധ ദീനിനെ ഇഷ്ടപ്പെടാത്തവൻ പരമ വിട്ടിയല്ലെങ്കിൽ മറ്റാരാണ് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് പറയുന്നു, നിന്റെ ദൈവേഷ്ടപ്രകാരം അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്, എന്ത് വേണം? ആ മകൻ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ, പിതാവേ, ഞാൻ അങ്ങേയറ്റം ക്ഷമയോടെ നേരിട്ടുകൊണ്ടാൽ അല്ലാഹുവിന്റെ കൽപ്പന അങ്ങ് നടപ്പിലാക്കിയാൽ. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു തൃപ്തിക്ക് വേണ്ടി മൂർച്ചയുടെ കത്തിയുടെ കീഴിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത പുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാം ഇത്രയും ത്യാഗം സഹിച്ച ഒരു പിതാവിനെയും പുത്രനെയും ലോക ചരിത്രത്തിൽ എവിടെയും വേഗം കണ്ടെത്താനാവില്ല. ഈ രണ്ടാളുകൾ കൂടിയാണ് വിശുദ്ധ കഅബ പണി പൂർത്തിയാക്കിയത്. വിശുദ്ധ കഅബയുടെ പണി പൂർത്തിയാക്കിയിട്ട് അവർ ചോദിക്കുന്നത്, അല്ലാഹുവേ, നീ ഞങ്ങൾ രണ്ടുപേരെയും ശരിയായ മുസ്ലിങ്ങൾ, നീ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങൾ, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുസ്ലിങ്ങൾ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട മുസ്ലിങ്ങളാക്കി തീർക്കണേ. അവർ സ്വർഗമല്ല ചോദിക്കുന്നത്, പരലോകത്തിലെ മറ്റ് അനുഗ്രഹങ്ങളല്ല ചോദിക്കുന്നത്, ദുനിയാവിലെ സുഖങ്ങളല്ല ചോദിക്കുന്നത്. കാരണം നല്ലൊരു മുസ്ലിമായാൽ അതെല്ലാം പുറകെ വരുന്നതാണ് എന്ന് അവർക്കറിയാം. അവർ ചോദിക്കുന്ന, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ. അതുകൊണ്ടാണ് നാം ഹജ്ജിന് വേണ്ടി പോകുന്ന ഹാജിമാർ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇഹ്റാമിന്റെ വസ്ത്രം, ഒരു വസ്ത്രം ഉടുത്തും ഒരു വസ്ത്രം തലമറയ്ക്കാതെ പുതച്ചും കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത വൽ മുൽക് ലകൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഹാജിമാരെ സംബന്ധിച്ചോളം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മനസ്സ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധത, റബ്ബി ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ അല്ലദീ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിതു വയശ്ഫീൻ എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധത, പ്രിയപ്പെട്ടതെല്ലാം കൈവെടിഞ്ഞു, പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച് ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കൃഷിയിടങ്ങളെയും വ്യവസായശാലകളെയും ഫാക്ടറികളെയും കച്ചവട സ്ഥാപനങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച്, താക്കോൽ കൂട്ടങ്ങളെയും പാസ്ബുക്കുകളെയും എല്ലാം ഉപേക്ഷിച്ച്, ഒരു തുണി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു തുണി ഉടുത്തും ഒരു തുണി പുതച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു മയ്യത്തിനെ പോലെ മരിച്ചാലായ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫമുടമ ആകത്തക്ക വിധത്തിലുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈ പുറപ്പാടുണ്ടല്ലോ, ഈ ത്യാഗത്തിന്റെ, ഈ ആത്മാർത്ഥമായ പുറപ്പാടുണ്ടല്ലോ, അതാണ് ഹജ്ജിൽ ഇഹ്റാം കെട്ടുന്ന ഹാജിയുടെ തൽബിയത്തിന്റെ മഹത്തായ ലക്ഷ്യം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ യാത്ര പോലെ നാം മനസ്സിലാക്കണം, ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നാം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, ഇബ്രാഹിമിന്റെ പകരക്കാരാകുവാൻ നമുക്ക് സാധിക്കുമോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പകരക്കാരാകുവാൻ നമുക്ക് സാധിക്കുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ഉമ്മത്തുകളാകാൻ നമുക്ക് സാധിക്കുമോ? നാം നമ്മുടെ മക്കളെ മഹാനായ ഇസ്മായിൽ പ്രവാചകനെ ഇബ്രാഹിമിൽ വളർത്തിയെടുത്തതുപോലെ വളർത്തിയെടുക്കുന്നവരാണോ? നമ്മുടെ ഭാര്യമാർ ഹാജറ ബീവിയെ പോലെ ആദർശത്തിനും ഇസ്ലാമിനും വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറുള്ളവരാണോ? ലോക ചരിത്രത്തിലെ അത്രയും അചൂപിതമായ മഹാ കുടുംബത്തെ സംബന്ധിച്ച് ഖുർആൻ വേറെ എവിടെയും പരാമർശിക്കുന്നില്ല.
ഇങ്ങനെയുള്ള 1000 ഓർമ്മകളുടെയും നക്ഷത്രങ്ങളുടെയും അനുസ്മരണങ്ങളുടെയും അവിസ്മരണീയമായ ഓർമ്മകളുടെയും പേർത്തുമുള്ള ഓർമ്മ പുതുക്കലും ഹൃദയത്തിലേക്ക് തിങ്ങി തിളച്ച് പറഞ്ഞു വരുന്ന ചിന്തകളുടെയും ചരിത്രത്തിന്റെ പുരാവൃത്തങ്ങളുടെയും പോയകാല നൂറ്റാണ്ടുകളിൽ പ്രവാചകന്മാർ അല്ലാഹുവിന് വേണ്ടി ദീനിനു വേണ്ടി സഹിച്ച മഹാത്യാഗങ്ങളുടെയും എല്ലാം ആകത്തുക വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പൂർത്തീകരിച്ച ഈ മാസത്തിൽ പ്രവാചകന് ശേഷം പ്രവാചകരില്ലാത്ത ലോകത്ത് നമ്മൾ ഈ ഖുർആൻ കയ്യിലെത്തിക്കൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പൈശാചികമായ വിശ്വാസങ്ങളും എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കബറിലേക്ക് പരലോകത്തിലേക്ക് സ്വർഗത്തിലേക്ക് മുഴുവൻ മുസ്ലിങ്ങളുമായി നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളുമായി സൗഹാർദ്ദവും സ്നേഹവും വെച്ച് പുലർത്തിക്കൊണ്ട് എല്ലാ അയൽബന്ധ ബന്ധങ്ങളും അതിന്റെ പൂർണ്ണതയും തികവോടുകൂടി പ്രവാചകനെ പോലെ പൂർത്തിയാക്കിക്കൊണ്ട് ജാതി മത ഭേദമന്യേ ആരോടും ശത്രുതയില്ലാതെ നാം ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു രാജ്യമാണ് ഭാരതം. ഇത്രയും മഹത്തായ ഭരണഘടനയുള്ള ഇത്രത്തോളം മതേതരത്വമുള്ള എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ഒക്കെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഇത്ര വിശാലമായ മഹത്തായ ഭാരത ലോകത്ത് എവിടെയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ടും ഈ രാജ്യത്തെ ജനാധിപത്യവും ഈ രാജ്യത്തെ മതേതരത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓരോ മുസ്ലിമും ഇസ്ലാമിലുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. എല്ലാ തീവ്രവാദത്തിന്റെയും എല്ലാ വർഗീയതയുടെയും എല്ലാ ഫാഷിസത്തിന്റെയും എല്ലാ വികാരത്തിന്റെയും ഉദ്ധാരണത്തിനുമെതിരെ ജാതിമത ഭേദമന്യേ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരുമായി തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരു സൈന്യം എന്ന പോലെ ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടിയും സർവോപരി രാജ്യത്തിന്റെ മതേതരത്വം ജനാധിപത്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയും പടയാളികളായി പടക്കളത്ത് ഉറച്ചു നിന്നുകൊണ്ട് വിദേശ ശക്തികൾക്കെതിരെ നൂറ്റാണ്ടുകളോളം പോരാടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയ ആ പാരമ്പര്യമുള്ള ആളുകളുടെ പിന്തുണകൾ എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ഭദ്രത, ഈ രാജ്യത്തിന്റെ സമാധാനം, ഈ രാജ്യത്തെ ഐക്യം, ഈ രാജ്യത്തെ സൗഹാർദ്ദം, ജാതിമത ഭേദമില്ല ഈ രാജ്യത്തിന്റെ ഭദ്രത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആവശ്യം നമ്മുടെ ദീൻ, ഇസ്ലാം, തൗഹീദ് ഈ രാജ്യത്തെ പ്രചരിപ്പിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതുണ്ട്, അവസരമുണ്ടാകേണ്ടതുണ്ട്. ആ വിധത്തിൽ നാം എല്ലാവരും വർഗീയ പിന്തിരിപ്പൻ കോമാളികളുടെ പട്ടത്തിൽ അടഞ്ഞിരുന്ന് പോകാതെ തീവ്രവാദ വിഭാഗങ്ങളുടെ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വളരെ ഭദ്രതയോടെ വളരെ ഭക്തതയോടെ അവധാനതയോടെ ശാന്തതയോടെ സഹനശക്തതയോടെ മുസ്ലിം നേതൃത്വത്തിന്റെ കീഴിൽ അണിചേർന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി മഹത്തായ തൗഹീദി ആദർശ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെവിടെയും തകരാറുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളായി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദിന്റെ ജീവൻ പ്രസ്ഥാനം ഖിയാമത്ത് നാൾ വരെ രാജ്യത്ത് ഖുർആനും സുന്നത്തും മായമില്ലാതെ ജനങ്ങളെ പഠിപ്പിക്കുന്ന മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്. അതിലുണ്ടാകുന്ന എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ പൈശാചികമായ ദുർബോധനങ്ങളെയും കൈവെടിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി നേതൃത്വത്തിന് കീഴിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മഹത്തായ ഭാരത രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയും ഒറ്റക്കെട്ടായി എല്ലാ വർഗീയ പിന്തിരിപ്പൻ ഫാഷിസ്റ്റ് മൂരാഴ്ച കോമാളികളെയും പിന്തട്ടിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുമായി എല്ലാ മുസ്ലിം വിഭാഗങ്ങളുമായി നാം യോജിച്ചു നിൽക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജമീയത്തുലമയോ ജമാഅത്തെ ഇസ്ലാമിയോ തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളുമായി നാം സഹകരിച്ചു നിൽക്കേണ്ടതുണ്ട്. 100,000 മേഖലകളിൽ നമുക്ക് എല്ലാവർക്കും പൊരുത്തപ്പെട്ട് നിൽക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. നാം ഈ രാജ്യത്ത് ഒരുപാട് വെല്ലുവിളിയും പ്രശ്നങ്ങളൊക്കെ ശത്രുക്കൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം അറിയാം ലോകത്തിന്റെ വിവിധ മേഖലയിൽ സിറിയയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, ലിബിയയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, ഫലസ്തീനിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ചാടിലുമുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ, ബർമയിലും ഇന്ത്യയിൽ തന്നെ മുസാഫിർ നഗറിലുമുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് നാം ഈ പറയുന്നത്, ഇത് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഇപ്പോൾ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഘടനാപരമായ ആവശ്യത്തിലോ നയത്തിലോ നമുക്ക് യോജിക്കാൻ കഴിയാത്തവരോട് ആ പോയിന്റുകളിൽ വിട്ടുനിന്നുകൊണ്ട് മറ്റ് പൊതുവായ കാര്യങ്ങളിൽ എല്ലാ മുസ്ലിം സംഘടനകളും തമ്മിൽ
എല്ലാ ജനവിഭാഗങ്ങളും തമ്മിൽ ഐക്യപ്പെട്ട് യോജിച്ച് മുമ്പോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള മനസ്സിന്റെ വികാസവും ചിന്തയുടെ ഉത്ബുദ്ധതയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവശക്തനായ അല്ലാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد.